ഗായ്സ് നമുക്കിതൊരു ഈസി ബർഗർ റെസിപ്പി ആയാലോ. നേരെ ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഞാൻ തോനെ കുരുമുളക് പൊടിയൊക്കെ കഴിച്ചിടുന്നത് കാരണം എനിക്ക് കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഉപ്പും ഇത്തിരി പോലും ഒരു മുളക് പൊടിയും നമ്മുടെ ഗരം മസാലയും നാരങ്ങ നീലും ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ബേസിക് മാരിനേഷൻ കഴിഞ്ഞു. ഇത് വെച്ച് നമ്മൾ പെരട്ടി വെച്ചു. നമ്മളിത് ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല ചെയ്തത്. ചിലരിത് ഗ്രൈൻഡ് ചെയ്യും. ഞാൻ ഇതൊന്നും ചെയ്തില്ല, നേരെ ആവിയിലോട്ട് വെച്ച് അങ്ങ് പുഴുങ്ങി. അതിൻ്റെ മേലിൽ ഞാൻ ലെറ്റ്യൂസ് ലീഫ് വെച്ച് ഗൈസ്. ഞാൻ ഈ ലെറ്റ്യൂസ് ലീഫ് പുറത്തുനിന്ന് മേടിച്ചതുകൊണ്ടാണ് ബർഗർ റെസിപ്പിയിലേക്ക് എത്തിയത് തന്നെ. അങ്ങനെ ലെറ്റ്യൂസ് ലീഫ് വെച്ചു. അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, ചെറുതായിട്ടൊന്നും എന്താ പറയുക, ഒന്ന് വെന്തും കിട്ടുമല്ലോ. അങ്ങനെ അതിന് ശേഷം ചിക്കൻ കുനുകുനാന്നരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഈ ഒരു ഓയിൽ ഞാൻ ചെറുതായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത ഗൈസ്. അപ്പോൾ ഒരു മുരുമുരുപ്പ് വരും. പിന്നെ മേടിച്ച മയണൈസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുറച്ച് സോസും ഒഴിച്ച് വേവിച്ച ലെറ്റ്യൂസും ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നാണ് ബൺ ഗൈസ്. എനിക്ക് ബണ്ണിൽ ഒരു അബദ്ധം പറ്റി ഗൈസ്, കാരണം ഞാൻ ഉദ്ദേശിച്ച ബൺ ഇതല്ലായിരുന്നു, പക്ഷെ മേടിച്ചത് മാറിപ്പോയി. അങ്ങനെ ബണ്ണെടുത്തു, അതിൻ്റെ പുറത്തേക്ക് ഒരു ലെറ്റ്യൂസ് വെച്ചു, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മയണൈസിൻ്റെ പേസ്റ്റ് വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, ഭയങ്കര രുചിയായിരുന്നു ഈ ചിക്കൻ. അങ്ങനെ ഭയങ്കര കിഡിലുമായിട്ട് കഴിച്ചേട്ടോ. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.